So hello, welcome to the YouTube channel. So myself Alan Sam Varghese, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് നോക്കുന്ന സമയത്ത് സെമസ്റ്റർ 5ലും സെമസ്റ്റർ 6ലുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമുക്ക് വരുന്നത്. സെമസ്റ്റർ 5ലും 5 മൊഡ്യൂള്, സെമസ്റ്റർ 6ലും 5 മൊഡ്യൂളാണ് നമുക്കുള്ളത്. സെമസ്റ്റർ 5 നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അവിടെ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് നേച്ചർ എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ പ്രോഫിറ്റ് സെൻറ്റർ, കോസ്റ്റ് സെൻറ്റേഴ്സ് എന്നീ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഓരോ ടെർമിനോളജീസ്, അതായത് ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ഓവർവ്യൂ ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കുന്നത്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് മൊഡ്യൂൾ 2. ഈ മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കുക എന്താണ് മെറ്റീരിയൽ കോസ്റ്റ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ അക്വയർ, റിക്വസിഷൻ നോട്ട്, പർച്ചേസ് നോട്ട്, ഇൻവോയ്സ് എന്നീ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫിഫോ, ലിഫോ, ആവോ, അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി എന്ന് തുടങ്ങിയ കോൺസെപ്റ്റ്സ് നമ്മൾ എവിടെ പഠിക്കും, മൊഡ്യൂൾ 2 പഠിക്കുന്നതായിരിക്കും. നമുക്കിനിയും അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഫോർ ലേബർ കോസ്റ്റ്. ഇത് മൊഡ്യൂൾ 3 ആണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുക എന്താണ് ടൈം കീപ്പിംഗ്, എങ്ങനെയാണ് നമ്മൾ ഒരു ലേബർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വർക്ക് ചെയ്യുന്ന വേജ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ടൈം അലൊക്കേഷൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുക, പേ സിസ്റ്റം, ഓരോ കൈൻഡ് ഓഫ് ബോണസ് സ്കീമുകൾ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക മൊഡ്യൂൾ 3 പഠിക്കാം. മൊഡ്യൂൾ 4 വരികയാണെങ്കിൽ അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ്സ് ആണ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്, എന്താണ് വേരിയബിൾ കോസ്റ്റ്, എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റുകളെ അലോക്കേറ്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്, അബ്സോർപ്ഷൻ ടെക്നിക്സ്, കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുക മൊഡ്യൂൾ 4 പഠിക്കാം. ഇനി മൊഡ്യൂൾ 5 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാം മൊഡ്യൂൾ 5 പഠിക്കാം. എങ്ങനെയാണ് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ റീകൺസിലേഷൻ നമ്മൾ എന്തിനു ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റിന് എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ചിലവുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എവിടെ പഠിക്കാം മൊഡ്യൂൾ 5 പഠിക്കുക. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എവിടെ പഠിക്കുക MG യൂണിവേഴ്സിറ്റിയുടെ BComൻ്റെ സെമസ്റ്റർ 5 നമ്മൾ പഠിക്കുക. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. അടുത്തതായിട്ട് വരുന്നത് സെമസ്റ്റർ 6 ആണ്. സെമസ്റ്റർ 6 നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അതിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ് തുടങ്ങിയവയാണ്. മൊഡ്യൂൾ 2 വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ബേസിക്കലി സർവീസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് കോസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കൂടുതൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുക പ്രോസസ് കോസ്റ്റിംഗ്, ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്റ്റേജ് ആയിട്ടൊരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് ഓരോ ചിലവുകളെയും അലോക്കേറ്റ് ചെയ്യുക. ഇനി നമ്മൾ 2-3 പ്രൊഡക്ട്സ് വെച്ചൊരു പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചിലവുകൾ എങ്ങനെ, ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അതിൻ്റെ ചിലവ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക, ബൈ പ്രൊഡക്ട്സ് ആകുമ്പോൾ ഒരു പ്രോസസ്സിൻ്റെ ബാക്കിയായിട്ടൊരു പ്രൊഡക്റ്റ് അതിലും എങ്ങനെയാണ് ചിലവിന് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിവിടെ പഠിക്കുക മൊഡ്യൂൾ 3 പഠിക്കാം. മൊഡ്യൂൾ 4 മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതായത് നമ്മൾ എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് പ്രിപ്പയർ ചെയ്യുക, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ വരുമാനം വന്നാൽ മാത്രമാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുക മൊഡ്യൂൾ 4 പഠിക്കാം. മൊഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, എങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യണം ഒരു പ്രീ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഇത്രയാണ് ചിലവാക്കേണ്ടത്, ഇത്ര തന്നെയാണ് അച്ചീവ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന് നമ്മളൊരു വേരിയൻസ് വന്നിട്ടുണ്ടോ, ആ ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ അവിടെ ഒരു നമ്മൾ പ്ലാൻ ചെയ്തതും ആക്ച്വലി നമ്മൾ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്, നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ, നമ്മൾ എക്സിക്യൂഷൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുക. അപ്പോൾ സീ യു ഇൻ ദ ലൈവ്. ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകളായിട്ട് വരികയായിരിക്കും. അപ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഫുൾ സെമസ്റ്റർ 5ഉം സെമസ്റ്റർ 6ഉം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഫുൾ ഉള്ളടക്കമുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സോ സീ യു ദേർ. ബൈ ബൈ.